ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കോടതി മുറികളിൽ സത്യം നുണയാക്കിയും നുണ സത്യമാക്കിയും ജീവിച്ച് എനിക്ക് മടുത്തു. ഫയലുകളെല്ലാം എന്റെ മകൻ മനോജിനെ ഏൽപ്പിച്ച് ഞാൻ ഈ മണ്ണിലേക്ക് തിരിഞ്ഞു. മണ്ണ് സത്യമുള്ളതാ. സ്നേഹിച്ച അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നമുക്കാണെങ്കിൽ കുറ്റബോധമില്ലാതെ ജീവിക്കുകയും ചെയ്യാം. അത് മനസ്സിലാക്കി വരാൻ ശ്രീധരേട്ടൻ കുറെ താമസിച്ചു. അതെ, ഇവളുടെ സഹായം എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇവൾക്കാണ്. പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാം. അതെ, ഞങ്ങൾ ആദ്യം ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചിരുന്നത് വലിയ വലിയ മരങ്ങളാ. എടാ, നീ ഇങ്ങനെ അനങ്ങുമ്പോഴും മിണ്ടുമ്പോഴും ഇവിടെ വന്ന് പരാതി പറയുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തോളണം. അച്ഛനും അമ്മയ്ക്കിന്നല്ല ആർക്കും അതിൽ വിധി പറയാൻ അധികാരമില്ല. നിന്റെ അമ്മയുമായിട്ട് ഞാൻ ചില്ലറ വഴക്കാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോഴും 1 മാസം ഇണങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കി അവളുടെ അച്ഛനെ 4 ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർക്കം വരില്ല. വായിക്കകത്ത് വല്ലാത്തൊരു തരിപ്പ. അയ്യടാ, പറമ്പിൽ നല്ല ഒന്നാന്തരം കാട്ടിയേമ്പ് നിപ്പുണ്ട്. പറിച്ച് വായിലിട്ടങ്ങ് ചവച്ചാ മതി. എന്റെ അച്ഛനെ തെറി പറയുന്നതിനേക്കാളും സുഖം കിട്ടും. പോയാ അവർക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ സമയമില്ലെന്നേ. കണ്ണി കണ്ട കാട്ടിയേമ്പിന്റെ കപ്പയുടെ ഒക്കെ പടം എടുത്ത് വെച്ചു അവരങ്ങ് പോയി. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഇവന്റെ കൂടെ ഇവന്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കേ. പോകുമ്പോ നീ നേരത്തെ പറഞ്ഞില്ലേ ചേമ്പ്, അതും കുറച്ച് കൊണ്ടുപോയിക്കോളൂ. എന്തിന്? ഒരു ജോലിക്കും പോകാതെ അതിനകത്ത് തനിയെ ഇരിക്കുന്നത് കൊണ്ടാ ആ കുട്ടി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. നീ ആവുമ്പോ അതിന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നേരവും പോവും. എനിക്കാണെ കുറച്ചു കാലം മനസ്സമാധാനത്തോടു കൂടി ആ ചേമ്പ് നിന്ന് ജീവിക്കാം. പക്ഷെ എന്റെ മനസ്സമാധാനം അതോടെ തീരും. കാര്യം എന്റെ മരുമോളാന്ന് പറഞ്ഞിട്ടായില്ല മോനെ. കഴിഞ്ഞ വർഷം 1 മാസം ഞാൻ അവിടെ വന്ന് നിന്നതിന്റെ സുഖം ഇപ്പോഴും അനുഭവിച്ചു തീർന്നിട്ടില്ല. ചിലപ്പോ ആ കുട്ടിയുടെ മട്ട് മാതിരിയൊക്കെ കണ്ട നമ്മളേതാണ്ട് ചെയ്തിട്ട് അമ്മൂട്ടിക്ക് അപകടം വന്നെന്ന് തോന്നും. വിചാരിക്കാത്തൊക്കെ കേൾക്കാൻ ഞാനില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ അല്ലേ അച്ഛാ? മോളുടെ മരണത്തിന് ഒരു കണക്കിന് ഞാൻ തന്നെയല്ലേ കാരണം. എന്റെ അശ്രദ്ധ. ഒക്കെ ശരിയാവൂടാ. 1.5 വർഷമല്ലേ ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അവൾക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കുക. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനൊറ്റ പോംവഴിയുള്ളൂ. ഒരു കുഞ്ഞ്, അടുത്ത കുഞ്ഞ് ജനിക്കുന്നതോടെ ഇതിനെല്ലാം മാറ്റം വരും. അതിനുള്ള വഴി നോക്കുക. അതിപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുന്ന കാര്യമല്ലല്ലോ. മോള് പോയ പിന്നെ ഞങ്ങൾ 2 പേരും ഒരു ഫ്ലാറ്റിലാ താമസന്നേ ഉള്ളൂ. മനസ്സും ശരീരവും ഒക്കെ 2 ലോകത്താച്ചാ. ഇതിലും നല്ലൊരു ബന്ധുവിന് നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെയല്ലേ അവളെന്റെ തലയെ കെട്ടിവെച്ചത്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ മുത്തച്ഛൻ ഇത്തിരി കൂടുതൽ ലാളിച്ചിട്ടുണ്ടാവും. എടാ, ടൗൺ ഹാളിൽ അഴിക്കോട് മാഷും അക്കാദമി ഹാളിൽ KPK മേനനും പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ മേനോ സാറിന്റെ പ്രസംഗം കേൾക്കാനേ ഞാൻ പോവായിരുന്നുള്ളൂ. അത്രയ്ക്കും വലിയ വാഗ്മിയാ. എന്റെ മരുമോള് KPK മേനോന്റെ കൊച്ചുമോളാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാ. ഒവ്വ അതുകൊണ്ടാണല്ലോ അങ്ങേര് മരിച്ചപ്പോ ചേതലരിച്ചതും പാറ്റ തിന്നതുമായിട്ടുള്ള അങ്ങേരുടെ പുസ്തകക്കെട്ടുകൾ മുഴുവൻ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തത്. അവളുടെ മുറിക്കകത്തേക്ക് കയറുന്നതേ ഒരുമാതിരി ബ്രിട്ടീഷ് ലൈബ്രറിക്കകത്ത് കയറുന്ന പോലെയാ. അതൊരു നല്ല കാര്യല്ലേ മനോജ്? 4 അക്ഷരം വായിക്കണ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അത് പോട്ടെ, ഓടിപ്പടഞ്ഞ് എത്താൻ മാത്രം ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താ? ഹലോ പ്രിയ, നീ ഇതെവിടെയായിരുന്നു? വൈകിട്ട് 6 മണി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാ. എടാ, എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും നിനക്കില്ലേ? എടാ, ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർത്തിട്ട് ഷാപ്പിലോ ബാറിലോ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ. ഹലോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജൂനിയറാന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരണ്ട. കേൾക്കുന്നില്ലേ? ശരി, ഞാൻ പുറത്തു വരാം. ഇവിടെ റേഞ്ച് കുറവാ. ഹലോ പ്രിയ, കേൾക്കുന്നുണ്ടോ? പിന്നെ രാജേശ്വരി എൻ്റെ കോമ്പൻസേഷൻ്റെ കേസ്, ആ ഫയൽസ് ഒക്കെ റെഡിയാക്കി വെക്കണം. നാളെ അപ്പിയർ ചെയ്യേണ്ടി വരും. ഓക്കെ ഗുഡ് നൈറ്റ്. ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാൽ മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞു മടുത്തു.
നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ? ഏ? ദേ, ഈ രീതിയിലെങ്ങാനും നിന്റെ അമ്മ എന്നോട് പെരുമാറിയെങ്കിൽ അടിച്ച് അവളുടെ 2 പല്ല് ഞാൻ ഓ താഴെ പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര വലിയ ആണത്തൊന്നുമില്ല. ഓ. അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ കേസ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്? നീ ഏതായാലും ഇപ്പൊ ചെല്ല്. നാളെ ഞാൻ അങ്ങോട്ട് വരാം. അവളുടെ വേർഷം കൂടി ഒന്ന് കേൾക്കണല്ലോ. എന്തിന്? വാദിഭാഗം മാത്രം കേട്ടിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാൻ കൂടി വരാം. വിവാഹമെന്ന സ്ഥാപനത്തെ ഞാൻ കഠിനമായി വെറുക്കുന്നു. അതൊരു വലിയ വിഡ്ഢിത്തമാണെന്നാണ് എൻ്റെ ജീവിതവും അനുഭവവും എന്നെ പഠിപ്പിച്ചത്. കോടതി മുറിയിലെ അശ്ലീലം നിറഞ്ഞ നടപടിക്രമങ്ങളിലേക്ക് മാത്രം മനുഷ്യരെ എത്തിക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. ഇതെന്താ ഒരു പതിവില്ലാതെ? ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ മനോജ്? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അച്ഛ വരൂ. ആ. എന്താ അമ്മയെ കൂട്ടാഞ്ഞത്? അവൾക്ക് അവളെ ശ്വാസം ഇടാൻ നേരമില്ല. ഇവൻ വന്നപ്പോ ഞാൻ വെറുതെ കൂടെ പോന്നു മാത്രമേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. മനോജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അച്ഛൻ ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. മനോജ് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഓ, അത് ശരിയാ, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നീ പോയി വാങ്ങിട്ട് വാ. അല്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ അവള് എന്നാ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഏയ്, വേണ്ട, വാങ്ങിട്ട് വേണ്ട, വരാം. വേണ്ട. ആ. മോളെ, ഇന്ന് നമ്മുടെ നഴ്സറി ഷൂട്ട് ചെയ്യാൻ സിറ്റി ചാനലുകാർ വന്നിരുന്നു. അവർക്ക് എൻ്റെയും രമണിയുടെയും ഇൻ്റർവ്യൂ വേണം. പക്ഷേ ഞാൻ എന്തെങ്കിലും പറയാൻ അവൾ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം അവളെ ഇടങ്കോലിടും. അവള് ഉത്സാഹം കൊണ്ട് ഓരോന്ന് പറയണതാ. പക്ഷേ കേൾക്കണവര് വിചാരിക്കും അവരുടെ അച്ഛൻ്റെ നഴ്സറി ഞാൻ കൈയടക്കിയതാണെന്ന്. എന്നാ സത്യം അതല്ലല്ലോ. 1 വർഷം അത് പൂട്ടിക്കിടന്നതിന് ശേഷമാണ് അച്ഛൻ അത് ഏറ്റെടുത്തതെന്ന് ചാനലുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ അത് മിണ്ടിയില്ല. കാരണം എന്താ? പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഇപ്പൊ തന്നെ എൻ്റെയും രമണിയുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ തീരണം. അത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്താ മോളുടെ അഭിപ്രായം? മനോജ് അച്ഛൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു അല്ലേ? ഏയ്, പരാതിയൊന്നുമില്ല. അവൻ്റെ ഒരു വിഷമം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ വേർഷം കൂടി കേൾക്കാതെ ഞാൻ നീ പറയുന്നത് വിശ്വസിക്കില്ല എന്ന്. മോള് പറ, അന്ന് എന്താ ഉണ്ടായേ? ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? ഭാവന, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇതിനകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അതനുസരിച്ച് പെരുമാറാനും മനോജ് ശ്രമിക്കണമെന്നില്ല. ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇതിനേക്കാൾ സങ്കടങ്ങൾ അനുഭവിച്ച കുടുംബങ്ങളില്ലേ, അവരെല്ലാം അതൊക്കെ അതിജീവിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റില്ല മനോജ്, ഒരിക്കലും പറ്റില്ല. ഞാനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. മുഷിഞ്ഞത് മാറ്റിയെടുക്കും പോലാണല്ലോ നിങ്ങൾക്ക് ജീവിതം. അലക്കി ഇസ്തിരിയിട്ട് കോടതിയിൽ പോകും പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയതാ. ഓർമ്മകളില്ല, വേദനകളില്ല. അപ്പോഴത്തെ സന്തോഷം മാത്രം പ്രധാനം. അതിന് ഏത് വഴി നിങ്ങൾ തേടും? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല. ഒരു ജീവൻ കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അസ്തിത്വത്തെ പോലും മറന്ന് നിങ്ങൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോ അപമാനിക്കപ്പെടുന്നത് എന്റെ വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് ഓരോ കാലത്ത് മനസ്സിലാവില്ല. ഭാവന, നീ സംസാരിക്കുന്ന ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷ എന്നാൽ ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിയാണ്. ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരം ഏതു വിധമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. മിണ്ടരുതെന്ന് നാം ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതില്ല എന്ന് ഒരു ഭർത്താവ് പറയും പോലെയാണ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന്.
ഹലോ. ആ ഇല്ലല്ലോ, എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. മനോജ്, മനോജ്, എന്തേ ഇത്? ഉച്ചവരെ ഉറങ്ങാൻ പോവാണോ? കോടതി പോണ്ടേ? മണി 8 കഴിഞ്ഞു. രാവിലെ തൊട്ട് മനോജിന്റെ ഫോൺ നിർത്താതെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താ, ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് പ്രീതിയായിരുന്നു. ഇന്ന് വിലാസിനി കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. സാറ് നേരത്തെ ഇറങ്ങില്ലേന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാ. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നോളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഭാവന, എനിക്കൊരു സംശയം. ഇന്നലത്തെ നീയാണോ അതോ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീയാണോ? ഇതിലേത് നീയാണ് ശരിക്കുള്ള നീ? കടങ്കഥ ചോദിക്കാൻ നിൽക്കാണ്ട് കോടതിയിലേക്ക് പോകാൻ നോക്കും മനോജ്. മനോജ്, ഫയൽ എടുത്തില്ല. വേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക്. ഊണ് കഴിക്കാൻ വരുമോ? ഇല്ല, ഇന്നവിടെ നല്ല തിരക്കുള്ള ദിവസാ. മായ, എവിടെ നോക്കിയാടാ സാധനങ്ങൾ ഇറക്കുന്നത്? ഇഡിയറ്റ്! ഈ തട്ടി താഴെ ഇട്ടിരിക്കുന്നതിന്റെ വാരി എന്താ നിനക്കറിയോ? സോറി സാർ, മാഡം അറിയാണ്ട് വന്നപ്പോ തട്ടിപ്പോ താഴെ വീണ് പോയാ. ഇന്ന് വിസ്തരിക്കാതെ വേഗം പെരുക്കെടുക്കാൻ നോക്കൂ. ഐ ആം സോ സോറി. എല്ലാം നശിപ്പിച്ചു. മായെ കണ്ട് ഓടി വന്നപ്പോ ഇത് കണ്ടോ? ഈ പുസ്തകത്തിന്റെ പുറത്തിട്ട് കണ്ടോ? ഇനി ഇതിന്റെ പേജുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. Stupid. മായ എവിടെ? വായി നോക്കി നിൽക്കാതെ പെരുക്കെടുക്കണം. എത്ര precious ആണ് ഞാൻ സൂക്ഷിച്ച സാധനങ്ങളാ ഈ താഴെ വീണ് കിടക്കുന്നത്. മായേ, നീയോ? ഞാൻ മോളെന്നെ കണ്ടു, എന്നിട്ടാ ഞാൻ താഴേക്ക് വന്നത്. ആണോ? ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയതാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്? എന്റെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയി. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എല്ലാം വിശദമായിട്ട് പറയാം. ഏത് ഫ്ലാറ്റിലാ? ഞാൻ 3A. ഞാൻ 11A. ആണോ? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ വരാം. വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വരും. ബൈ. സാർ, ഇന്ന് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിലെ അക്യൂസിന്റെ പെങ്ങളാ. ഓ, കേസിന്റെ ഡീറ്റെയിൽസ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തോ? രാജൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിലാസിനെ. Am I right? എന്തുട്ട്? അല്ല, നിങ്ങളുടെ സഹോദരനായ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിലാസിനിയുമായി വഴക്കുണ്ടാക്കുന്നതോ ദേഹോദ്രവേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ടിയാൻ കൊല ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടില്ല? അതിനവനെ ആരും കൊന്നിട്ടൊന്നുമില്ല സാറേ. അതന്ന് ശരിക്കും അബദ്ധത്തിൽ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. അവിടെ എതിർഭാഗം വക്കീല് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്ര മതി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടില്. ചേച്ചി, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ഏത് സിനിമയ്ക്ക്? പിണ്ണാക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എടോ, അങ്ങനെ സങ്കല്പിക്ക്. സങ്കല്പിക്കുകയാണെങ്കിൽ സരിതയിലെ പടം ഞാൻ കണ്ടാണ്. നമുക്ക് സവിതപ്പെട്ട അല്ലൂർജന്റെ പടം കണ്ടല്ലടി. അയ്യേ, തെലുങ്കോടൊന്നും കാണാൻ ഞാനില്ലേട്ടാ. നമുക്ക് വല്ല മലയാള പടം പോയി കാണാം. അയ്യോ, ആരാടോ ഇയാള്? സാറ്, ഞാൻ ലിബിയളിയൻ. എന്ത്? രാജന്റെ അളിയൻ ലിബിയളിയൻ. ഇവളുടെ കൂടെ നേരത്തെ സിനിമയ്ക്ക് പോയില്ലേ, ആ ഭർത്താവ്.
നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ രാജൻ വീട്ടിലുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിലാസിന് കുത്തേറ്റ് വീടിന് മുമ്പിൽ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല, മനസ്സിലായ? നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? രജനി. ഞാൻ നാളെ രജനിയുടെ വീട് വരുന്നുണ്ട്. സ്പോട്ടൊക്കെ ഒന്ന് കണ്ടുവെക്കാനാ. പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് എത്തൂ. ചുറ്റുപാടുള്ളവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. രാത്രി അവിടെ തന്നെ ഉണ്ടാവില്ലല്ലേ? ഓക്കെ. അതിന് സാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് കുറെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ടാണ്. എന്റെ വീട്ടിൽ എന്തുട്ട് നടന്നാലും അവരറിയാൻ പോണില്ല. ഒരു കുഴപ്പമില്ല. ഭാവന, ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കേസിന്റെ ഡിസ്കഷനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? രാത്രി ആരുമില്ലാത്ത സമയത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞല്ലോ. പോകുമ്പോ 4756 രൂപയുടെ ആ സാരിയും കൊണ്ടുപോകാൻ മറക്കണ്ട. സാരി ഇന്നെന്താ പ്രത്യേകിച്ച്? വാ, വന്നിരിക്ക്, പറയാം. മായ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. ബെസ്റ്റ്. നമ്മുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിരിക്കുന്നു? അവരെയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരാളല്ല. ഞാൻ എപ്പോഴും അവളെ പറ്റി മനോജിനോട് പറയാറുണ്ട്. മനോജിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മായ. ശരി ശരി, പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യം പറ. അവളിപ്പോ ഈ ഫ്ലാറ്റിലെ താമസം. ഇതിനകത്തോ? മോളില് പുതിയ താമസക്കാര് വന്നില്ലേ, ഒരു അച്ഛനും മോളും, അതവരാ. ആണോ? ആ, ഇന്നവളെന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് കൊറേ സംസാരിച്ചു. ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആയി. പണ്ടേ അങ്ങനെ അവളോട് സംസാരിച്ചാ നമ്മൾ ശരിക്കും വേറൊരാളാവും. അവള് പോയപ്പോ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് തോന്നി. അതാ ഇങ്ങനെ. അവളോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാ നമുക്കിടയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും. മനോജ്, എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ആലോചിച്ചപ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാ തിരക്കിന്നും മാറി നമുക്ക് മാത്രമായിട്ട് 1-2 ദിവസം വേണം ഭാവന. ദൂരെ എവിടെയെങ്കിലും മറ്റാരും അറിയാതെ എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. നിന്റെ മുമ്പിൽ വെച്ച് എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു ഡോക്ടറുമായിട്ട് പങ്കുവെക്കണം. എന്താ? ഇതെന്താ ഇവിടെ? എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീട്. മനോജിന് ഈ ഡോക്ടറിനെ എങ്ങനെ പരിചയം? എനിക്കല്ല, അച്ഛന്. പണ്ട് ഈ ഡോക്ടറുടെ കേസ് നടത്തിയത് അച്ഛനായിരുന്നേ. വാ. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കണോ അതോ? ഒരുമിച്ച് തന്നെ സംസാരിക്കാം ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവന സ്വന്തമായ ഒരു ലോകത്താണ്. ആ ലോകത്തേക്ക് കടക്കാൻ ഭാവന ആരെ അനുവദിക്കുന്നുമില്ല. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനോജിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഭാവന സംശയിക്കുന്നു. Am I right? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, മനോജ് ഭാവനയെ ഒളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഫിസിക്കലായി എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ദാറ്റ് മീൻസ് കടുത്ത തലവേദനയോ തലപ്പെരുക്കലോ ഒരുതരം ഭയമോ? അപ്പോ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു ഈ ഔട്ടിങ്ങും ആഘോഷങ്ങളും ഒക്കെ. ഭാവന, ഞാൻ ഉദ്ദേശിച്ചെന്താ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഈ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. You're a brilliant actor. ഞാൻ ഭാവനയെ ഒരു രോഗിയായി കണ്ടല്ല ഇപ്പൊ സംസാരിച്ചത്. ഡോക്ടർ, പ്ലീസ്. നിങ്ങളോടുള്ള എന്റെ എല്ലാ വിശ്വാസവും ഇതോടെ തീർന്നു. നിങ്ങളൊരു സൂത്രക്കാരനായ കുറുക്കനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. റിയൽ ചീറ്റ്. ഭാവന പ്ലീസ്. മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നെ മാനസിക രോഗിയായി മുദ്രകുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ, അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്താ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. I cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം.
അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീയല്ലാതെ വേറൊരാളും ഉണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി. ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ പുസ്തകം വായിച്ചാണോ? റീഡ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്. നാളെ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി വൈകും. 11 മണിക്ക് മുമ്പത്തില്ലേ? ഷോ. പ്രീതിയെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോ വല്ല ബീവറേസിലും കയറി നാളെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിർത്തി. ഉവ്വ എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ. അതവിടെ ഉണ്ട്. നാളെ രാവിലെ ലേറ്റ് ആക്കരുതേ. ബൈ. Sadness came down on me again, and it never left me. It makes me sick to think of those days. Nobody takes me out anymore. I just stay here stewing in my own shit. I'm sick of it. I'm sick of sick. 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 പ്രീതി, സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല, വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം. തനിക്കൊരു കത്തുണ്ട്. കത്താ? വല്ല സമൻസോ സാറേ? ഇതേതോ സാധാരണ കത്താ. നല്ല ഹാൻഡ് റൈറ്റിംഗാ. എൻ്റെ രാജന്. ഞാൻ ആരാണെന്ന് രാജനറിയില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങളെ. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, കൊലക്കേസിൽ ജാമ്യം കാത്തു കഴിയണ ഒരു വിചാരണ തടവുകാരൻ. പക്ഷെ ഇത് രണ്ടും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ. ആരുടെ രാജ? ആരുടെ കത്ത? അമ്മയുടെ. അല്ല, അമ്മയുടെ മോനാ സാറേ. എന്താ വിശേഷം? അവന്റെ അടിയന്തരത്തിന് ക്ഷണിച്ചതാ. സ്വന്തം അടിയന്തരത്തിന്റെ അമ്മാവൻ തന്നെ നേരിട്ട് ക്ഷണിച്ചെന്നോ? അല്ല, അടിയന്തരം അമ്മാവന്റെയാ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? അല്ല, അടിയന്തരമായിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോരാ സാറേ. വർഷങ്ങളായ ഒരു നിഴല് പോലെ ഞാൻ രാജന് പുറകെ ഉണ്ടായിരുന്നു. രാജനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ട രാജ്,
എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരാളാൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന അറിവ് നമ്മെ ശക്തരാക്കും. ഒരാളെ അഗാധമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാം വല്ലാതെ ധീരരാവുകയും ചെയ്യും. രാജ് കൂടുതൽ ശക്തനാകണം, ധീരനാകണം, ജാമ്യം നേടി പുറത്തു വരണം. പണ്ട് ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാൻ രാജനോട് പറയട്ടെ. പ്രേമം ഒരുവളെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽത്തിരിയോളം ആയിക്കൊള്ളട്ടെ, കാണാനുള്ള കൊതിയുമായി മായ. എന്തിത്? എന്റെ രാജ, നീ കൊറേ നേരമായല്ലോ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ കടലാസം പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അതല്ലടാ, എനിക്കിപ്പോ ആരെങ്കിലും ഒരു കത്തെഴുതുള്ളത്. നിനക്ക് പല സ്ഥലത്തും ഒരുപാട് സെറ്റപ്പ് ഉള്ളതല്ലേ? അതൊക്കെ ഡെയിലി സെറ്റ് ചെയ്യണ കേസല്ലേട്ടാ. അതിലൊരുത്തിയുടെ മനസ്സിലേ ഇങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിലോ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. പ്രേമൊരുത്തിനെ ചെറുതാക്കിയാണെങ്കിൽ ഞാൻ വല്ല മണൽത്തിരിയാ കല്ല കട്ട എന്ത് വേണിച്ചാലും ആയിക്കോട്ടെ. പ്രേമം എന്നുള്ളത് നല്ല പെടയ്ക്കണ മീനാണ് കേട്ടാ. അതിപ്പോ കൊമ്പസ്രാവാണെങ്കിലും കൊഴുവക്കുട്ടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ ആണെന്നേ. എനിക്ക് ശരിക്കും പ്രേമം തോന്നിയാല് തരുന്ന കാശൊന്നും ഞാൻ നോക്കൂല. എത്രത്തോളം ചെറിയവന്റെ കൂടെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. മോളെ മായേ, നീ ആരാണ്? വാടോ, അവന്റെ ഒരു നാണം. ഇതെന്താടാ നീ നേരെ നോക്കാത്തത്? അവന് നാണമാ വക്കീലേ. നാണോ? ഇവനോ? എന്തിന്? പ്രേമം. ഒന്ന് പോയ സാറേ. സാറേ, അന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലട്ടാ. ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നിയപ്പോ സംഭവം കൈവിട്ടുപോയി. അതൊന്നും സാരില്ല, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ വിട്ടു. സാറേ, എനിക്ക് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? നോക്കാം. പ്രോസിക്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും പിടിക്കുക. എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ആദ്യം തന്നെ അതിനകത്തൊന്ന് ഒപ്പിട്ടെ. അവിടെ 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 ഇവിടെ അല്ലേ സാറേ? വക്കീൽ സാറേ, ഞാൻ കാത്തിരിക്കോട്ടാ. സത്യം പറഞ്ഞ ഇപ്പൊ കാത്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണത് ഒരു പുതിയ രാജനാവും. അതുറപ്പാ സാറേ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ രാജ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരം പതിവ്. ഞാനിപ്പോ ഒരു സങ്കല്പ ലോകത്താ സാറേ. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലിപ്പുണ്ട്. നന്നായി രാജ. ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ അങ്ങനെ ചില തോന്നലുകൾ ഉള്ളത് നല്ലതാ. അല്ല, ആരപ്പ അങ്ങനെ ഒരാള്? മായ. മായേ? പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ കക്ഷിക്ക് നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ കുരുത്തക്കേടുകളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യല്ല സാറേ? പിന്നെ മഹാഭാഗ്യ രാജ. പുറത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പലരും അത്തരം ഭാഗ്യം ഇല്ലാത്തവരാ. ഇനി ഞാൻ നന്നാവും സാറേ. അവളെനിക്ക് ഒറ്റ കത്തയച്ചിട്ടുള്ളോ? കത്തയക്കലൊക്കെ തുടങ്ങിയ? എവിടെ കാണട്ടെ? ഞാൻ അതാരും കാണിക്കില്ല. ജീവിതത്തിൽ അവനവന് മാത്രമായിട്ട് രഹസ്യമില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് സുഖം സാറല്ലേ? ആ കത്തിന്റെ അവസാനം PS എന്ന് എഴുതിയിട്ടൊരു വാചകമുണ്ട്. പക്വത ഇല്ലാണ്ട് പ്രേമിക്കണവര് പറയും ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന്. പക്വത വന്നിട്ട് പ്രേമിക്കണവര് പറയും ഐ നീഡ് യു ബിക്കോസ് ഐ ലവ് യു എന്ന്. ഐ നീഡ് യു രാജ്, ഐ നീഡ് യു. ഞാനങ്ങ് കലങ്ങിപ്പോയി സാറേ. അവളുടെ ഭാഷയിൽ പറഞ്ഞ മണൽത്തരിയോളം ചെറുതായിപ്പോയി സാറേ. സാർ വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എന്നിട്ട് വേണം എനിക്ക് അവളെ എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കാൻ. സാർ എനിക്കൊരു ലൈഫ് വന്നാൽ എൻ്റെ ഈ ലൈഫ് ഫുള്ളാ ഞാൻ സാറിന് തരും. സാറിൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് രാജ, ഞാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കൊടുകൈ. ഓ, അടികൈ. ഭാവന, കുറെ നേരം ആയല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി?
ഏയ് വെറുതെ ഇങ്ങനെ. ഉം? ഉം. ഇന്നൊരു തമാശ ഉണ്ടായി. നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുകയപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമാ. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ആദ്യത്തെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഇനി നമുക്ക് കളിയൊന്ന് മുറുക്കാം അല്ലേ? പക്ഷേ മായ, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തുവന്നാലും ഞാൻ മനോജിനെ പറ്റിക്കുകയല്ലേ? അപ്പൊ ഇത്രയും കാലമായി മനോജ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതോ? എനിക്കറിയില്ല. എന്തെങ്കിലും മനോജ് ഇതറിയുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന്. അങ്ങനൊരു ഘട്ടത്തിൽ എത്തുമ്പോഴല്ലേ മനോജിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോ നീ വേദനിച്ചെന്റെ ആഴം എത്രയാണെന്ന് അപ്പോഴേ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പം മനോജ് എന്നെ ശരിക്കും വെറുക്കില്ലേ? അങ്ങനെ മനോജിനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആരാ പറഞ്ഞേ? നിന്നോട് ഇത്രയും കാലം ചെയ്ത തെറ്റെന്താണെന്ന് അയാൾ അപ്പം മനസ്സിലാക്കും. കുറെ കൂടെ സിൻസിയറായും ട്രാൻസ്പെറന്റായും അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഉറപ്പാണോ? എന്താ സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞാലില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാം. നീ എഴുതിയതും വായിച്ച് എവിടെയോ ഒരാൾ തന്റെ അജ്ഞാത കാമുകിയെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ ഒരു രസം തോന്നില്ലേ? ആദ്യം രസം, പിന്നീട് ആ രസത്തെക്കുറിച്ച് ഓർത്ത് അതിലേറെ രസം, പിന്നീട് ആ രസം തന്നെ മതി എന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്. ഏതിൻ്റെ? ഇപ്പൊ നിന്റെ ഉള്ളിലൊരു വിത്ത് വീണ് ആ നിമിഷം തന്നെ മുള പൊട്ടി പൂവിടുന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ? ആ ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ലവ്. രാജനറിയോ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഭ്രാന്തിയും മറ്റു ചിലപ്പോ വിഡ്ഢിയുമാണെന്ന് തോന്നുന്നു. ശരിയാണ്, പ്രണയം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിയുമാക്കും. നേരെ പെങ്ങളെ, പ്രേമം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തനും ആക്കും. അത് ഉച്ചവെയിലിനെ നിറനിലാവാക്കും, രാത്രികളെ നിർനിദ്രമാക്കും, ഏതാൾക്കൂട്ടത്തിലും ഒരാളെ ഏകാക്കിയാക്കും. വല്ലപ്പോഴും കിട്ടുന്ന കൊട്ടേഷൻ ചെയ്ത് മാന്യമായിട്ട് ജീവിച്ചോണ്ടിരുന്ന ചെക്കൻ നിൽക്കണത് ഇപ്പണ്ടാ. അവന്റെ ഒരു പ്രേമവും പ്രേമലേഖനം കാണിച്ചു തരണ്ട എല്ലാത്തിനും ഞാൻ. അളിയാതെ അവിടെ നിന്റെ കത്തല്ലെടുത്തിന് പോണണ്ടാ. അവന്റെ ഒരു പ്രേമവും ഉണ്ടാകട്ടെ കത്തിച്ചു കൊണ്ടിട്ടല്ല ഞാൻ. ഒരു കത്തുണ്ട്. ഇങ്ങടാ അളിയാ, അളിയനുള്ള കത്താണ് കേട്ടാ. അവളുടെ ആയിരിക്കും. പിടിച്ചേ. പ്രിയപ്പെട്ട രാജൻ, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ രാജൻ എഴുതുന്ന അവസാന കത്തായിരിക്കും. പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ എന്നെ പിരിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജിനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. ഗുഡ് ബൈ, മായ. നിനക്ക് അവസാനത്തെ കത്താണ്. ഒരിക്കലും സാറ് പറ, ഈ ജാതി കത്തയക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഹായ്, സാറ് വലിയ വക്കീലല്ലേ, ഉത്തരം പറ സാറേ. അതിപ്പോ സാറ് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം. ഇതിന്റെ പിന്നില് ഒരാളുണ്ട്. ആര്? വേറെ ആര്? ആ പരട്ടക്കിഴങ്ങനെ അവിടെ ഭർത്താവ്. എന്നീ കത്ത് എഴുതിയിട്ടുണ്ടോ? എന്തുകൊണ്ടാ സാറേ എഴുതണേ? ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആനയാണ്, കുതിരയാണ്, തേനാണെന്നൊക്കെ ആദ്യം പറഞ്ഞ പെണ്ണ് ഇപ്പൊ കല്ലാണ്, കരടാണ്, കാഞ്ഞിര കുറ്റിയാണെന്നൊക്കെ പറയണെങ്കിൽ അതിന്റെ പിന്നിൽ അവനല്ലാണ്ട് പിന്നെ ആരുള്ളത്? അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ സാറേ? സാറിന്റെ കേസ് വധിച്ചാ മതിന്ന്.
സാറെന്തുകൊണ്ടാണ് ചിരിച്ചു തള്ളിയത്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അയാളും അവളും തമ്മിൽ ഒരു ചേർച്ചില്ല സാറേ. അത് രാജൻ എങ്ങനെ അറിയാം? അത് അയാളെ പറ്റി ഏകദേശമൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് അസലായിട്ട് ബുക്കുകൾ വായിക്കണ കൂട്ടത്തിലാ സാറേ. എഴുതണ കത്തിലൊക്കെ അജാതി കോട്ടിങ്സ് ആണ്. അവക്ക് ഇത്ര ബുദ്ധി കിട്ടിയത് അവിടെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാ. മൂപ്പര് ഈച്ചഡാവുന്നില്ലട്ടാ, വലിയ പേര് കേട്ടാളാ. അങ്ങനെ പടായപ്പോ ആളുടെ ബുക്കെല്ലാം നമ്മുടെ പെണ്ണിനെ കൊടുത്തേ. അത് മുഴുവൻ വെക്കണമെങ്കിൽ തന്നെ ഫ്ലാറ്റിന്റെ ഒരു മുറി ഫുള്ള വേണമെന്ന്. അവിടെ ഭർത്താവാണെങ്കില ഓഫീസ് വിട്ട സ്ഥല കച്ചവടം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. കാര്യം ഞാനൊരു 7 അങ്കുലേ സാറേ. ആ എന്നോട് അവക്കൊരു ഇത് തോന്നണമെങ്കിൽ അവിടെ ഭർത്താവ് എന്തോരം വലിയ ചെറ്റയാവുന്നു സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് അവളോട് സ്നേഹമൊന്നുമില്ല സാറേ. ആകെ ഉണ്ടായിരുന്നൊരു കുട്ടി ചാവാൻ തന്നെ കാരണം അയാളാ. തന്നെ തന്നെ എങ്ങനെ അവർക്കറിയാം? അത് സസ്പെൻസ് ആണ്, നേരി കാണുമ്പോ പറയാന്നാ പറഞ്ഞിരിക്കണേ സാറേ. എഴുതിയ 6 കത്തിലും എപ്പോഴും എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കണോന്ന് എഴുതിയ പെണ്ണ് ഈ കത്തില് ഇനി ഞാൻ ഒരിക്കലും എഴുതില്ല എന്ന് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ തെണ്ടിയാവില്ല സാറേ. ഒരു കാര്യം ഉറപ്പാട്ടാ, അവളൊരു വാക്കാ പറഞ്ഞ അവനെ കൊന്നിട്ടായാലും ഞാൻ അവളെ കെട്ടും. അവക്ക് വേണ്ടി ഞാൻ അത്രയ്ക്ക് നന്നായി പോയി സാറേ. ഇനി മാറാൻ പറ്റില്ല. അതുകൊണ്ടാ തൽക്കാലം ഈ കത്ത് എന്റെ ഇരിക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല. അത് വേണ്ട സാറേ, എന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവായത്. ബാക്കി പെങ്ങളെ വിശേഷം കത്തിച്ച് കളഞ്ഞേ. അതല്ല, ഞാൻ തന്നെ വക്കീലല്ലേ, പേടിക്കൊന്നും വേണ്ട. ഒന്നും ശരിയാവില്ല സാർ, ഇങ്ങോട്ട് തന്നേക്ക്. താൻ നാളെ കാലത്ത് ഓഫീസിലേക്ക് വന്നേക്ക്. അവിടെ വെച്ച് നമുക്ക് ഈ കത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. സത്യമാണല്ലോ അല്ലേ? സത്യം. ചെല്ല് ചെല്ല്. വളർന്നു വന്ന സാഹചര്യം, ഒറ്റയ്ക്കായതുകൊണ്ട് പുസ്തകങ്ങളെയും അതിലെ ലോകത്തെയും ആവശ്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യമായി കണ്ടത്, സർവോപരി കുട്ടിയുടെ മരണം. അതിന് കാരണം മനോജാണെന്ന തോന്നൽ. ഭാവനയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവാം. പക്ഷേ അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരുപാട് നാളുകൊണ്ട് ഗ്രാജുവലായി രൂപപ്പെട്ടു വന്നതാണ്. ആ ചേഞ്ചസ് ആദ്യമേ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ താൻ പിന്നെ എന്ത് ഭർത്താവാടോ? അവളെപ്പോഴും അവളുടേത് മാത്രമായിട്ടുള്ളൊരു ലോകത്തായിരുന്നു ഡോക്ടർ. അവൾക്ക് സന്തോഷം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എല്ലാവർക്കും അവരവരുടേത് മാത്രമായ ലോകമുണ്ട് മനോജ്. അതിനോടൊപ്പം പൊതുവായൊരിടം കൂടി എല്ലാവർക്കും വേണ്ടി പങ്കിട്ടെടുക്കുമ്പോഴാണ് കുടുംബം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇല്ലാത്ത ഒരാളുമായി ഭാവന സംസാരിക്കുന്നു എന്ന് മനോജ് പറയുമ്പോൾ സംഭവിക്കുന്നത്, ഭാവന അവൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരാളെ മുന്നിൽ കാണുകയാണ്. ദാറ്റ് മീൻസ് എ വിഷ്വൽ ഹാലുസിനേഷൻ. സ്കിസോഫ്രാനിക്കായ ചില രോഗികളിൽ ഇത്തരം അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് മാത്രം കാണാവുന്ന ഒരു ലോകം അവർ സൃഷ്ടിക്കും, അവർക്ക് മാത്രം സംസാരിക്കാവുന്ന കഥാപാത്രങ്ങളെയും. അപ്പോ അവൾ ഈ രാജൻ എഴുതുന്ന കത്തുകളോ? അത് അവളുടെ ഭാവനയിലെ പുരുഷ രൂപത്തിന് വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ലോജിക്കൽ സപ്പോർട്ടായി കണക്കാക്കാം. മനോജിനോടുള്ള ദേഷ്യമോ വാശിയോ അല്ലെങ്കിൽ മനോജിനുണ്ടെന്ന് അവർ സംശയിക്കുന്ന മറ്റ് ബന്ധങ്ങളോടുള്ള പകരം വീട്ടിലോ ആയി അതിനെ കണ്ടാൽ മതി. കൂടുതൽ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഭാവനയുമായൊരു കൺസൾട്ടേഷൻ വേണം. ഇനിയും ഒരു അരൂപിയുമായി ഭാവന സംസാരിക്കുന്നു എന്ന് കണ്ടാൽ താനില്ലാത്തപ്പോൾ എന്തിനാണ് അയാൾ അവിടെ വന്നതെന്ന് ഭാവനയോട് ചോദിക്കുക. ലെറ്റ്സ് സീ ഹൗ ഷി റിയാക്ട്സ്. പോയില്ലേ? താൻ പോയിട്ട് പിന്നെ വാ. രാജ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. എപ്പോഴാ വരാൻ പറ്റാന്ന് അറിയില്ല എന്ന് സാർ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? ഞാൻ എന്റെ സ്വന്തം കാലം നിൽക്കുന്നതിന് സാറിന് എന്തൊരു ബുദ്ധിമുട്ടുള്ളത്? സാറിന്റെ പണി നോക്ക് സാറേ. ഇത് വലിയ കുരിശല്ലേ ഇപ്പോ. അയാൾ അവിടെ നിന്നോട്ടെ പ്രിയ. പ്രീതി, ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനാ സാർ പറഞ്ഞത്. ചിലപ്പോ ഫീസ് കിട്ടാണ്ടാവും. അപ്പൊ പിടിച്ചു നിർത്തുവല്ലേ വേണ്ടത്? ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. ദേ സാറ് വരുന്നു, നേരിട്ട് ചോദിച്ചു. നമസ്കാരം സാറേ. ഇയാളെ പറഞ്ഞു വിടാനാണോ അതോ പിടിച്ചു നിർത്താനാണോ? എനിക്ക് സംശയമില്ലട്ടാ, നിർത്താൻ തന്നെ ആവും. എന്തായി സാറേ, എത്ര നേരം അറിയാം ഞാൻ കാത്തു നിൽക്കണത്. സാറിന് ആളെ പിടികിട്ടിയ പുള്ളിക്കാരനെ പുറകിലത്തെ മുറിയിലേക്ക് പറഞ്ഞു വിട്. സാറെന്തൊട്ട് പറഞ്ഞേ? കിട്ടിയാ?
കിട്ടി. നീ എന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ചെല്ല് ചെല്ലട്ടോ. രാജന് ഈ കുട്ടി എത്ര കാലമായിട്ട് അറിയാം? എനിക്കല്ല സാറേ, ആൾക്ക് എന്നെയല്ലേ കാലങ്ങളായിട്ട് അറിയണേ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ ആളുടെ ആദ്യത്തെ കത്തെനിക്ക് കിട്ടിയേ. അതായത് ഏകദേശം ഒരു മാസം അല്ലേ? പക്ഷെ ഈ പ്രേമത്തിന്റെ കാര്യത്തില് ദിവസവും മാസവും ഒന്നും ഇല്ല കേട്ടോ സാറേ. 10 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിക്കണവര് ഈസി ആയിട്ട് ഇട്ടിട്ട് പോണല്ലേ. ഒരു ഫീലാണ് സാറേ. നമ്മുടെ ലിബിയലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ജാതി പ്രിന്യാസം എന്ന് വെച്ചാ എന്നെ ആരും ഇതുവരെ ഇങ്ങനെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല സാറേ. പക്ഷേ ആ കുട്ടിയെ സ്നേഹിക്കാനായിട്ടേ അവൾക്കൊരു ഭർത്താവുണ്ട്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ലല്ലോ. അവൾക്ക് അയാളെ ഇഷ്ടമല്ലേ സാ. അയാൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് എന്തുട്ടാ സാറേ കാര്യം? അവളൊരാളുടെ പിന്നെ ഭാര്യയാണ് മിസ്റ്റർ രാജൻ. 6 ഭാര്യയാണെങ്കിൽ എനിക്ക് ചീള് കേസാണ് സാറേ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടു നടക്കാണ് സാറേ. ഇനി അത് ഇറക്കി വെക്കാൻ പറ്റില്ല. അതായത് രാജൻ ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാൻ വയ്യാത്തോണ്ടാ. ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങനെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അപ്പൊ താനകത്താ. അങ്ങനെ അകത്താകാണ്ടിരിക്കാനല്ലേ ഫീസ് നിന്ന് സാറിന് നിർത്തിയിരിക്കണേ. അവക്ക് അയാളല്ലേ എന്നെയാണ് ഇഷ്ടം കോടതിയിൽ പറഞ്ഞാൽ തീർന്നില്ലേ സാറേ കേസ്? എന്ത് പറ്റി സാറേ? ഏയ് ഒന്നുമില്ല. അതായത് ചിലപ്പോ ഇനി അവളിത് തമാശക്ക് ചെയ്തതാണെങ്കിലോ, സീരിയസ് അല്ലാതെ ഒരു കോമഡിക്ക്. അങ്ങനെയാണ് ഞാൻ കൊല്ലും. സത്യ സാറേ, എന്നെ ആക്കിയിട്ട് പോണുള്ള പരിപാടി വെച്ചാ അവളെ ഞാൻ പട്ടാക്കും.